എട്ടാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ആക്ടിവിറ്റി 3 തോട്ട്സ് ആണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ രണ്ടും പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മിസ് റാക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. Leaning forward, she kissed Chester right in the middle of his palm. Chester was very happy. What will be Chester Raccoon's thought at that time? ചെസ്റ്ററിൻ്റെ തോട്ടാണ് എഴുതാൻ പറഞ്ഞത്. നമുക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയും. എന്താണ് ചെയ്തത്? ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് മിസ് റാക്കൂൺ എന്ത് ചെയ്തു? പാമിൽ കിസ് ചെയ്തു. അപ്പോൾ ചെസ്റ്ററിന് സന്തോഷം തോന്നി. അപ്പോൾ ചെസ്റ്റർ എന്താണ് ആ ടൈമിൽ തോട്ട്? ചെസ്റ്ററിൻ്റെ തോട്ട് എന്താണെന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് തോട്ട്, ചെസ്റ്ററിൻ്റെ തോട്ട് എന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. അപ്പോൾ നോക്കിയേ, ചെസ്റ്ററിൻ്റെ തോട്ട് എന്താണ്? ഹോ, ദാറ്റ് കിസ് ഫീൽസ് സോ വാം ആൻഡ് സ്പെഷ്യൽ. ഈവൻ ഇഫ് ഐ ഗോ എവേ, മമ്മീസ് ലവ് വിൽ ഓൾവേസ് ബി വിത്ത് മീ. Whenever I feel scared or lonely, I can look at my hand and remember her kiss. I feel safe, happy and brave now. I know she loves me very much. അപ്പോൾ ഇതാണ് ചെസ്റ്ററിൻ്റെ തോട്ട്. എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ദാറ്റ് കിസ് ഫീൽ സോ വാം ആൻഡ് സ്പെഷ്യൽ, അല്ലെ, സ്പെഷ്യലായിട്ടാണ് നമ്മുടെ ചെസ്റ്ററിന് തോന്നിയത്. അപ്പോൾ മമ്മി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ലവ്സ് വിൽ ഓൾവേസ് ബി വിത്ത് മീ. ആ അതുപോലെ അമ്മയുടെ സ്നേഹം എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകും. എനിക്ക് എപ്പോഴെങ്കിലും പേടി തോന്നിയാൽ അല്ലെങ്കിൽ ഒറ്റപ്പെടലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ലുക്ക് അറ്റ് മൈ ഹാൻഡ് ആൻഡ് റിമെമ്പർ ഹർ കിസ്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് നോക്കിയിട്ട് കിസ് തന്നത് ഓർമ്മിക്കും. ഐ ഫീൽ സേഫായിട്ട് ഹാപ്പി ആയിട്ട് ബ്രേവ് ആയിട്ടിരിക്കാൻ തോന്നും. കാരണം അമ്മയുടെ കിസ് എപ്പോഴും അവൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും കൂടെയുള്ളത് പോലെയാണ്. ഐ നോ ഷീ ലവ്സ് മീ വെരി മച്ച്. അപ്പോൾ എന്താണ്, നമ്മുടെ ചെസ്റ്ററിൻ്റെ അമ്മ ചെസ്റ്ററിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ചെസ്റ്ററിന് മനസ്സിലായി. ഇതാണ് ചെസ്റ്ററിൻ്റെ തോട്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് എഴുതണം. നമുക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. ഒരു തവണ വായിച്ചാൽ പോരെ, നന്നായിട്ട് വായിച്ച് അപ്പോൾ ഇങ്ങനെയുള്ള തോട്ട്സുകളൊക്കെ എഴുതാൻ നമുക്ക് സാധിക്കും. എപ്പോഴും വായിച്ചാൽ മാത്രമാണ് നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ബെസ്റ്റ് ബട്ട് ഹെർ വീൽസ് വുഡിൻ ടേൺ. The clown and all the animals jumped out to help her. They pushed and pushed, but the little train couldn't move. She was very sad. She began to think. What will be her thoughts? Write her thoughts. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മുടെ ലിറ്റിൽ ട്രെയിന് നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ദ ലിറ്റിൽ ട്രെയിൻ എന്താണ്? അതിൻ്റെ ചക്രങ്ങൾ കറങ്ങുന്നില്ല. അപ്പോൾ കുറേ നേരം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ദ ക്ലൗൺ ആൻഡ് ഓൾ ദ ആനിമൽസ് ജംപ്ഡ് ഔട്ട് ടു ഹെൽപ്പ് ഹർ. അപ്പോൾ നമ്മുടെ ട്രക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നിന്ന്, ട്രെയിനിൽ നിന്ന് എന്ത് ചെയ്തു? ക്ലൗണും ആനിമൽസും പുറത്തേക്ക് ചാടി പുഷ് ചെയ്യാൻ നോക്കി, നന്നായിട്ട് തള്ളാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ലിറ്റിൽ ട്രെയിനിന് ഭയങ്കര സങ്കടമായി, അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആ സമയത്ത് ലിറ്റിൽ ട്രെയിന് തിങ്ക് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസിൽ എഴുതാൻ നോക്കണം. നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ലിറ്റിൽ ട്രെയിനിൻ്റെ തോട്ട്സ് ആണ്. അപ്പോൾ എന്താണ്? ഹോ ഡിയർ, ഐ ആം ട്രൈയിങ് സോ ഹാർഡ് but my wheels just won't move. Everyone is helping me, yet I still can't go forward. I feel so sad and weak. Maybe I am too small to do this job, but I don't want to give up. I wish I could find the strength to carry my friends to the other side. If I keep trying, maybe I can do it. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഹോ ഡിയർ, ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഐ ആം ട്രൈയിങ് സോ ഹാർഡ് ബട്ട് മൈ വീൽസ് ജസ്റ്റ് വോണ്ട് മൂവ്. അപ്പോൾ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ചക്രങ്ങൾ കറങ്ങുന്നില്ല. എല്ലാവരും എന്നെ സഹായിക്കാൻ നോക്കി, പക്ഷെ എന്നാലും എനിക്ക് മുൻപോട്ട് സാധിക്കുന്നില്ല. ഐ ഫീൽ സോ സാഡ് ആൻഡ് വീക്ക്. അപ്പം ഞാൻ ചെറുതായത് കൊണ്ടായിരിക്കാം എനിക്കിത് ചെയ്യാൻ പറ്റാത്തത്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ അപ്പുറമുള്ള സൈഡിലേക്ക്, അതർ സൈഡിലേക്ക്, എവിടേക്ക് കൊണ്ടുപോകണം? മൗണ്ടൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അവിടെ ആരാണ് കാത്തിരിക്കുന്നത്? ബോയ്സ് ആൻഡ് ഗേൾസ് ടോയ്സിന് വേണ്ടിയും അതുപോലെ ഫുഡിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതൊരു ചെറിയൊരു തോട്ടാണ്. അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് എഴുതാം.
ഡോൾസിനെയും അതുപോലെ ഫ്രൂട്ട്സ് ഇതെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ബോയ്സിനും ഗേൾസിനും ആഹാരം കഴിക്കാനും അതുപോലെ ടോയ്സൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ചെറുതായിട്ട് ബ്രീഫായിട്ട് എഴുതിയാൽ മതി, ചെറുതായിട്ട് എഴുതിയാൽ മതി ലിറ്റിൽ ട്രെയിൻസ് തോട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം, ലിറ്റിൽ ട്രെയിനിൻ്റെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഈ തോട്ട്സിനെ കുറിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചെസ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ ലിറ്റിൽ ട്രെയിനിൽ നിന്നോ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ തോട്ട് എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരെണ്ണം എന്നാണ് എക്സാമിന് ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തതൊരു ക്രോസ് വേർഡ് പസിലാണ്. റീഡ് ദ ഹിൻസ് ഗിവൻ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് റീഡ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രോസ് വേർഡ് പസിൽ ചെയ്ത് നോക്കണം. നമ്മൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് എല്ലാം ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈസിയാണ്, നമുക്ക് നോക്കാം. ദ സൺ ആൻഡ് സ്റ്റാർസ് ഡു ദിസ് ഇൻ ദ സ്കൈ. എക്രോസ് ആണ് എഴുതാൻ പറഞ്ഞിട്ട്. എക്രോസ് എന്ന് പറഞ്ഞാൽ എക്രോസ് ഇതുപോലെ കേട്ടോ, ഇങ്ങനെ എഴുതണം എക്രോസ്. ഇനി ഡൗൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡൗൺ എന്ന് പറയുമ്പോൾ താഴേക്ക് എഴുതണം അല്ലേ, താഴേക്ക്. എക്രോസ് എന്ന് പറയുമ്പോൾ സൈഡിലേക്ക്. ഓക്കെ, എക്രോസ് ദ സൺ ആൻഡ് സ്റ്റാർസ് ഡു ദിസ് ഇൻ ദ സ്കൈ. എന്താണ് അതിൻ്റെ ആൻസർ? സണ്ണും സ്റ്റാർസ് എന്താ ചെയ്യുക? ഇതിൽ തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട്, അതുപോലെ ഇ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച്, എന്തായിരിക്കും? ഷൈൻ അല്ലേ. എസ് എച്ച് എന്താ ചെയ്യുക? ഷൈൻ ചെയ്യും അല്ലേ, തിളങ്ങും. ദ സൺ ആൻഡ് സ്റ്റാർസ് ഡു ദിസ് ഇൻ ദ സ്കൈ, ഷൈൻ ചെയ്യും. ഓക്കെ, എ പാത്ത് വേർ ട്രെയിൻസ് റൺ. ഏതിലൂടെയാണ് ട്രെയിൻ റൺ ചെയ്യുക? ഏതിലൂടെയാണ് ട്രെയിൻ റൺ ചെയ്യുക? ട്രാക്കിലൂടെയാണ് അല്ലേ. ട്രെയിൻ ഏതിലൂടെയാണ്? ട്രാക്കിലൂടെ. അപ്പോൾ എന്താ? TRCK, സ്പെല്ലിംഗ് തെറ്റിപ്പോരുത്. TRACK ആണ് ട്രാക്ക്. എ ഫണ്ണി പെർഫോമർ ഇൻ എ സർക്കസ്. എ ഫണ്ണി നമുക്ക് സർക്കസ്. അപ്പോൾ നമ്മളിത് എവിടെ പഠിച്ചിട്ടുണ്ട്? സർക്കസിൽ. അപ്പോൾ നമ്മളിത് ട്രെയിനിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് സ്പെല്ലിങ്? ക്ലൗൺ അല്ലേ. എ ഫണ്ണി പെർഫോമർ ഇൻ എ സർക്കസ്, ക്ലൗൺ അല്ലേ, CLOWN, ക്ലൗൺ. ഇനി അടുത്തത് നമുക്ക് താഴേക്കാണ് എഴുതേണ്ടത്. 2 ചോദ്യമുള്ളൂ. ദ പ്ലേസ് വേർ യു ക്യാച്ച് എ ട്രെയിൻ. ട്രെയിൻ എവിടെ നിന്നാണ് നമ്മൾ ക്യാച്ച് ചെയ്യുക? നമ്മൾ എവിടേക്കാണ് പോവുക ട്രെയിൻ കയറാൻ? നമ്മൾ എവിടേക്കാണ് പോവുക? സ്റ്റേഷൻ അല്ലേ, സ്റ്റേഷൻ. STATION, സ്പെല്ലിംഗ് തെറ്റിപ്പോകരുത്. STATION, സ്റ്റേഷൻ. ഇനി എ ടോയ് ദാറ്റ് ലുക്സ് ലൈക്ക് എ ബോയ് ഓർ എ ഗേൾ. എ ടോയ് ദാറ്റ് ലുക്സ് ലൈക്ക് എ ബോയ് ഓർ എ ഗേൾ. എ ടോയ് എന്താണ്? നമ്മുടെ ബോയിനെയും ഗേളിനെയും പോലെ തോന്നുന്ന ടോയ് ഏതാണ്? ഏത് കളിപ്പാട്ടാണ്? നമ്മൾ ഏതിൽ പഠിച്ചിട്ടുണ്ട്? ഇതിൽ തന്നെ, ഈ ട്രെയിനിൻ്റെ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ് പേര്? പറയാൻ കിട്ടുന്നുണ്ടോ? ഡോൾ അല്ലേ, DOLL, ഡോൾ. DOLL, ഡോൾ. അപ്പോൾ നമുക്ക് ക്രോസ് വേർഡ് പസിലും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക്, അപ്പോൾ നമ്മൾ ക്രോസ് വേർഡ് പസിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കോൺവെർസേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അടുത്ത പാർട്ട് 3 ആയിട്ട് ഞാൻ തരുന്നുണ്ട്. അതെന്താണ്? കോൺവെർസേഷൻ കുറച്ചുകൂടി ഈസിയാണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി 2 ആക്ടിവിറ്റീസ് ബിലോ, റൈറ്റ് എ മിനിമം ഓഫ് 5 എക്സ്ചേഞ്ചസ്. അപ്പോൾ 5 ഇത് എഴുതിയാൽ മതി എന്ന് വെച്ചാൽ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. നമ്മൾ എഴുതി ശീലിച്ചിട്ടുണ്ട് അല്ലേ, ചെസ്റ്ററിനെ കുറിച്ചുള്ള കോൺവെർസേഷനും ടീച്ചറും ചെസ്റ്ററും നമ്മളുടെ കോൺവെർസേഷനും. അതുപോലെ ഇവിടെ എന്താണ്? യു മെറ്റ് യുവർ ഓൾഡ് ഫ്രണ്ട് റോഷൻ at the sub-district science fest. Roshan is now studying in another school. You both recollected the good old memories. പണ്ടത്തെ മെമ്മറീസ് എല്ലാം നമ്മുടെ ഒരു കൂട്ടുകാരൻ, നിങ്ങളുടെ കൂട്ടുകാരനെ കണ്ടു. എവിടെ വെച്ചിട്ട്? ഒരു സയൻസ് ഫെസ്റ്റിൽ വെച്ച് കണ്ടു, സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിൽ വെച്ച് കണ്ടിട്ട്. അപ്പോൾ റോഷൻ ഈസ് നൗ അനദർ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ കാലത്ത് ഗുഡ് ഓൾഡ് മെമ്മറീസ് റീകളക്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എഴുതാം. ഇറ്റ് വാസ് ചെസ്റ്റേഴ്സ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഹി റീച്ച്ഡ് എ ബിറ്റ് ലേറ്റ് ഇൻ ദ ക്ലാസ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. എന്ത് ചെയ്യണം? ചെസ്റ്റർ കുറച്ച് നേരം വൈകിയാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നേരം വൈകി വന്നതെന്നുള്ളതിൻ്റെ ടീച്ചറും ചെസ്റ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു എഡിറ്റിംഗ് ആണുള്ളത്, അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും നമുക്കിതും കൂടി നോക്കാം. ഇതുപോലെ ആയിരിക്കും നമുക്ക് ഇംഗ്ലീഷ് എക്സാം വരുന്നത്. ഇംഗ്ലീഷിൻ്റെ എക്സാം അപ്പോൾ അടുത്തന്നെ ഉണ്ടാവും. നാളെ കഴിഞ്ഞ് മറ്റന്നെയാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷിൻ്റെ എക്സാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, കോൺവെർസേഷൻ എഴുതാൻ ശ്രമിക്കുക, അതുപോലെ തോട്ടുകൾ എഴുതാൻ ശ്രമിക്കുക. നന്നായി വായിച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.